ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനീയം തയ്യാറാക്കാം. അതിനായി ഒരു ചെറിയ പീസ് ശർക്കര എടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പീസ് എല്ലാം തന്നെ നല്ലപോലെ വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം. ഒന്നും തന്നെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അറിയാമല്ലോ, നമുക്ക് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് അരിമാവ് കൊണ്ടും ഉണ്ടാക്കാം, അതുപോലെ ഗോതമ്പ് മാവും കൊണ്ടും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിണ്ണത്തപ്പം ഏതാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. രണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ബെറ്റർ ടേസ്റ്റായിട്ട് തോന്നിയത് അരിമാവ് കൊണ്ടുള്ള കിണ്ണത്തപ്പം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് എന്തായാലും ഈ കിണ്ണത്തപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എളുപ്പമാണ്. അപ്പോഴേക്ക് ഈ ശർക്കര പാനീയം തയ്യാറായിട്ടുണ്ട്. നല്ലപോലെ തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മാവിലോട്ട് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചിരുവി എടുത്തിട്ടുണ്ടേ. ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. ഇതിൽ നിന്ന് 2 ബൗൾ തേങ്ങാപ്പാൽ എനിക്ക് കിട്ടി. ഇതാ കണ്ടില്ലേ, 1 ബൗള് തേങ്ങാപ്പാൽ. അതിനുശേഷം ആവശ്യത്തിന് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് തേങ്ങാപ്പാലും അതുപോലെ ആ ശർക്കര പാനീയവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് മധുരമായി പോവും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയും തെറ്റിപ്പോകരുത് കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളമായി പോകരുത്. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസി ഒരുപാട് അങ്ങ് വെള്ളം കയറി ഇത് ഉണ്ടായി വരത്തില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഇതുപോലൊരു റിങ് ആവശ്യമാണ്. എന്നിട്ട് ആ പാത്രം, അതിനുശേഷം അത് അടച്ചു വെക്കാനായിട്ട് ഒരു അടപ്പും. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് ഈ പാത്രത്തിൽ നല്ലപോലെ നെയ്യ് തേച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഈ മാവ്, ഈ അപ്പം ഇളവി വരാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അത് കണ്ടില്ലേ, മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് നെയ്യിൽ വറുത്ത എന്ത് വേണോ ചേർക്കാം. കാഷ്നട്ടോ മുന്തിരിയോ എന്ത് വേണോ ചേർത്ത് കൊടുക്കാം. ഞാൻ മുന്തിരിങ്ങ മാത്രമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിലോട്ട് ആ റിങ് വെച്ചു. അതിനുശേഷം ആ പാത്രം, അതിൽ മാവ്, പിന്നെ അടപ്പ്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒരുപാട് വെള്ളമായാലും വിഷയമാണ്. അതിൻ്റെ അകത്ത് വെള്ളം തിളച്ച് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വേവിച്ചതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇത്. അപ്പം ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. നെയ്യ് നല്ലപോലെ തേച്ചത് കൊണ്ടാവണം അപ്പം ഇളവി ഇരിപ്പുണ്ട് ആ പ്ലേറ്റിൽ നിന്ന്. കണ്ടില്ലേ. അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ പ്ലേറ്റിൽ നിന്ന് അപ്പം വിട്ട് കിട്ടി. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.